ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് അമ്മമ്മയുടെ അവിടേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോവാം. ഇവിടുന്ന് ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം മോള്. അങ്ങനെ കഴിയില്ല. അപ്പൊ നീ അത് കയ്യിൽ പിടിക്കാൻ അവിടെ ഇറങ്ങപ്പെട്ടാ മതി. അപ്പൊ മുടി പറക്കേ, മുടി വണ്ടിയിൽ നിന്ന് അപ്പൊ പിന്നെ അങ്ങോട്ട് ഇട്ടാ അങ്ങോട്ട്. അച്ഛൻ്റെ കൊണ്ടുപോക്ക. ഏതാണെങ്കിൽ നിങ്ങൾ കൊണ്ടാ അച്ഛൻ്റെ കൂടെ വെച്ചാൽ എൻ്റെ കൊണ്ടേക്കാം. വാളു അവിടുന്ന് ഹെൽമെറ്റ് ഇട്ടിട്ട് വരും ഇവിടെ വന്നിട്ട് അത് ഊരി നീ അത് വിരിത്തേനിട്. നീ അത് പൊക്കിയാണ് കെട്ടുന്നിട്ട് ഹെൽമെറ്റ് അങ്ങോട്ട് വെക്കി. അല്ലെങ്കിൽ മുടിയുടെ ഫ്രണ്ടിലേക്ക് ഇട്. പച്ചച്ചക്ക തരാ പറഞ്ഞിണ്ടേ, മേടിക്കണേ. ഇടാനും ഉണ്ട് എന്നാ പറഞ്ഞ. അച്ഛന് പറ്റിയാണെങ്കിൽ ഇട്ടാ, അല്ലെങ്കിൽ പിന്നെ വേണ്ട. ചെടി കൊണ്ടുപോട്ടാ, അവിടെ ചെടിയുള്ളത്. എല്ലാ ചെരുപ്പിനും നശിപ്പിച്ചു. ഇനി ഈ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ചക്കയൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് അമ്മമ്മയ്ക്ക് നമ്മൾ ചേമ്പിൻ്റെ തൈയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മളത്തെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനും കൂടി എപ്പോഴും പോണ പോലെ നമ്മൾ സ്കൂട്ടിയുമാണ് പോകുന്നത്. അതാണല്ലോ നമ്മുടെ ഒരു വാഹനം എല്ലായിടേക്കും കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ പോകുന്ന വഴി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്തുന്നതൊക്കെ അടിപൊളിയാണ്. കുറേ പാടങ്ങളും നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് പാടങ്ങളൊക്കെ നിറഞ്ഞിങ്ങനെ അടിപൊളിയാണ് കാണാനായിട്ട്. പോകുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥയെ നമ്മളങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്മമ്മയുടെ അവിടെ എത്തി. ഇതാണ് അമ്മമ്മയുടെ വീട്. നിറച്ച് പൂക്കളും അങ്ങനെ സെറ്റപ്പായിരുന്നു ഇവിടെ. ഇപ്പോൾ പൂക്കളുടെ കളക്ഷനൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം അമ്മമ്മ അടിപൊളിയായിട്ട് ചെടിയും പൂവൊക്കെ നോക്കും കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഒരു കണ്ണാടി നോക്കുക എനിക്ക് മസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കണ്ണാടി പോയി നോക്കാനായിട്ട്. പിന്നെ അമ്മമ്മ നമ്മുടെ അടുത്ത് ഓരോരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലത്തെ കാര്യങ്ങളും പഠനത്തിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളും അച്ഛനോടും എല്ലാവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മമ്മയെ കണ്ടിട്ട് നമ്മൾ കുറേ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ അമ്മമ്മ ഇങ്ങനെ ഇടയ്ക്ക് വരുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അമ്മമ്മയുടെ ഒരു കുഞ്ഞി പൂന്തോട്ടം. അമ്മമ്മ കിട്ടുന്ന വഴിയോരങ്ങളിൽ കിട്ടുന്ന പൂവൊക്കെ അമ്മമ്മ ഇങ്ങനെ ചെടിയിലൊക്കെ ആക്കി അടിപൊളിയായിട്ട് നന്നായിട്ട് കെയർ ചെയ്യും. പിന്നെ അവിടെ ആകുമ്പോഴേ നമ്മൾ റേഞ്ചൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ അടിപൊളിയായിട്ട് വളരും. ഇവിടെ വെച്ച ചെടി അവിടെ പോകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വളരും. എൻ്റെ ഒരു ഹോബി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റും നടക്കുക നല്ല രസമാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇനി നമുക്കൊരു ദിവസം പോകുമ്പോൾ വൃത്തിയായിട്ട് നമുക്ക് ആ ചുറ്റുപാടൊക്കെ കാണാം. ഇത് അമ്മമ്മ ഇങ്ങനെ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ ചക്കകളാണ് ഈ ഇരിക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, നിറച്ചുണ്ട്. പിന്നെ അമ്മമ്മ അടുക്കളയിൽ ഭയങ്കര തിരക്കിലായിരുന്നു. ഞങ്ങൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചക്ക ഇടേണ്ട ആ ഒരു ഇതിലോട്ട് വന്നു. ഇവിടെ പ്ലാവുമ്മേ ചക്കയുണ്ട്. അത് നമ്മൾ അമ്മാതിരി പൊക്കത്താണ് നിൽക്കുന്നത്. അതെങ്ങനെ കിട്ടാനാ? നമുക്ക് നോക്കാം എങ്ങനെയും കിട്ടുമെന്ന്. അമ്മമ്മ പറഞ്ഞു അത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ പഴുത്ത് നശിച്ചു പോവും, അപ്പം അതിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ തോട്ടി ഐറ്റംസൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ നോക്കി. എന്നിട്ട് നമുക്ക് കിട്ടി. 2-3 ചക്ക കിട്ടി. അത് മരത്തത്തെ ഈ പ്ലാവത്തെ, അതല്ലാതെയും വേറെ പ്ലാവത്തൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അമ്മമ്മ അതിനെ പൊട്ടിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു ആ ചക്കാളെ. പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്ന അമ്മമ്മയുടെ ചെടിയാണ്. ഇവിടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഇതുണ്ട്, ഇതുപോലെ വളരും. ഈ ഇലകളൊക്കെ കണ്ടു നല്ല വലുതായിട്ട് നിൽക്കുന്നത്. അതെന്താ ഇവിടുത്തെ മണ്ണിൻ്റെ ഗുണമാണോ എന്നറിയില്ല. അടിപൊളിയായിട്ട് ചെടികളൊക്കെ വളരും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലോട്ട് വരാനുള്ള പാക്കിങ്ങിലാണ്. അപ്പോൾ ചക്കയൊക്കെ ആക്കി ഒക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലാണല്ലോ വരുന്നത്. ഇതാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിൽ കൂടുതലുണ്ടായി. വണ്ടിയുമ്മ കയറുമോയെന്നൊന്നും അറിയില്ല. അപ്പം അച്ഛൻ അതൊക്കെ ടൈറ്റാക്കി കെട്ടണമൊക്കെ ഉണ്ട്.
ചക്ക മാത്രമല്ല, അമ്മമ്മ നേരത്തെ ചക്കയിട്ട് അത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നു. പിന്നെ 2-3 തേങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മമ്മ തന്നു വിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് അടാറ് മഴ. അത്ര നേരം മഴയുണ്ടായിരുന്നില്ല, ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴയായി. എന്നാൽ പിന്നെ അതൊന്ന് കഴിയട്ടെ, നമ്മളൊക്കെ അതിൽ കയറ്റി വെച്ചു. ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പിന്നെ മഴ. എന്നാലും നമ്മൾ കോട്ടൊക്കെ ഇട്ട് നമ്മൾ തിരിച്ച് വരികയാണ്. അമ്മമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞ് നമുക്ക് വരുന്ന വഴിക്ക് മഴ ആയതുകൊണ്ട് ഫോണൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയോട് വിശേഷങ്ങൾ പറയണം. അവിടെ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ സ്കൂളൊക്കെ വിട്ട് വന്നു. അവൻ ഞങ്ങൾ പോയതെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. വന്നപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞ്. പിന്നെന്താ, നമ്മൾ ചക്കയും ഐറ്റംസ് എല്ലാം ഇറക്കി വെച്ചു, വീട്ടിലോട്ട് കയറ്റി വയ്ക്കാനുള്ള ഇതിലൊക്കെയാണ്. പിന്നെന്താ, അമ്മമ്മയുടെ വീട് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ മഴയൊക്കെ പെയ്തിങ്ങനെ മറ്റേ തോടൊക്കെ നിറഞ്ഞ് അടിപൊളിയാണ് കാണാൻ. നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് അതിനൊക്കെ പോയി കാണാം. അമ്മമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരാം, വീട്ടിലോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ സെറ്റപ്പാക്കി, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. അച്ചു കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.